പെൺപള്ളിക്കൂടത്തിൽ ഇത്തവണ വനിതാ പ്രസിഡന്റ് ഉണ്ടാകുമോ? വിവാദങ്ങളില്ലാത്ത അധ്യയന വർഷവും 100 മേനി വിജയവും പ്രതീക്ഷിക്കാം. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. തിങ്കളാഴ്ച പുതിയ അധ്യയനത്തിന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ വർഷം നഗരസഭയിലെ 3 ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 സ്കൂളുകൾ SSLCക്ക് 100% വിജയത്തിൽ നിന്ന് താഴെ വീണു. ഏക പെൺപള്ളിക്കൂടത്തിന്റെ വീഴ്ച വലിയ ചർച്ചയാവുകയും ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ PTA കമ്മിറ്റി തെരഞ്ഞെടുപ്പ് തുടങ്ങിയതാണ് സ്കൂളിന്റെ ശനിദശ. PTA കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുത്തതിനു ശേഷം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ആദ്യമായി ബാലറ്റിലൂടെ നടത്തേണ്ടി വന്നു. MPTA പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. LDF നേതാവും അഭിഭാഷകനുമായ TP അരുൺ മേനോൻ ജിൻസിയെ MPTA പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. PTA പ്രസിഡന്റ് മറ്റൊരു വനിതയുടെ പേരും നിർദ്ദേശിച്ചു. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ PTA പ്രസിഡന്റിന്റെ നോമിനി പരാജയപ്പെടുകയും ജിൻസി വിജയിക്കുകയും ചെയ്തു. തുടർന്ന് PTA പ്രസിഡന്റിന്റെ സ്കൂൾ ബസ്സിലെ യാത്ര വിവാദമാവുകയും നഗരസഭ ചോദ്യം ചെയ്യുകയുമുണ്ടായി. PTA കമ്മിറ്റി അംഗങ്ങൾ PTA യോഗം നടത്തുന്നതെല്ലാം ചോദ്യം ചെയ്യൽ വരെയുണ്ടായിരുന്നു. നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുള്ള വിദ്യാലയത്തിൽ PTAയുടെ നിലപാടുകൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാവുകയാണ് ഉണ്ടായത്. പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാ ക്ലാസ് മുറികളിലേക്കും സൗണ്ട് സിസ്റ്റം വാങ്ങാൻ പണം നൽകിയത് ശ്രദ്ധേയമായിരുന്നു. കാലങ്ങളായി SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ചിരുന്ന വിദ്യാലയം പുറകോട്ട് പോവുകയുണ്ടായി. KSRTC ബസ്സിൽ വരെ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ വിദ്യാലയ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയെ തെരഞ്ഞെടുത്ത് ചരിത്രം കുറിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. പുതിയ അധ്യയന വർഷം വിവാദങ്ങളില്ലാതെ നഷ്ടപ്പെട്ടു പോയ 100 മേനി വിജയം തിരികെ പിടിക്കുമെന്ന് പ്രത്യാശിക്കാം.